എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സ്പിരിച്വൽ മോഴ്സസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ആത്മാവിൻ്റെ നങ്കൂരത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ആ നങ്കൂരം ഒരാശയാണെന്ന്, ഒരു പ്രത്യാശയാണെന്ന് നമ്മൾ കണ്ടു. അത് വെറും ഒരാശയല്ല, പക്ഷെങ്കിൽ യേശു ക്രിസ്തുവിലുള്ള നമ്മളുടെ പ്രത്യാശ. ഇത് നമ്മൾ കണ്ടത് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിലാണ്. എബ്രായർ 6:19 അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ, അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്കകത്തേക്ക് കടക്കുന്നതും ആകുന്നു. ഈ തിരശ്ശീലയ്ക്കകത്തേക്ക് കടക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ഇതാണ്: യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു അൾട്ടിമേറ്റ് സാക്രിഫൈസായി, നമ്മുടെ എല്ലാ പാപത്തിനും വേണ്ടി യേശു യാഗമായി. യേശു യാഗമായപ്പോൾ യേശു എന്താണ് ചെയ്തത്? അവൻ നമ്മുടെ എല്ലാ പാപത്തിനു വേണ്ടിയും, നമ്മുടെ എല്ലാ ശാപത്തിനു വേണ്ടിയും, നമ്മുടെ എല്ലാ രോഗത്തിനു വേണ്ടിയും, എന്തൊക്കെ നമ്മളെ സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് അകറ്റി നിർത്തിയോ അതിനു വേണ്ടിയെല്ലാം അവൻ അതിൻ്റെ ആ മൂല്യം, അതിൻ്റെ ആ പ്രൈസ്, അതിൻ്റെ വില കൊടുത്തു. അതെങ്ങനെയാണ് കൊടുത്തത്? അവൻ്റെ പ്യോർ, പരിശുദ്ധമായ, പാപമില്ലാത്ത ആ രക്തം കൊടുത്ത്. യേശു സർവശക്തൻ്റെ സാന്നിധ്യത്തിൽ പ്രവേശിച്ചത് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ സ്വർഗത്തിലുള്ള തിരശീലയ്ക്ക് അപ്പുറം കടന്ന്. സ്വർഗത്തിലുള്ള തിരശീല എന്ന് പറയുമ്പം പരിശുദ്ധ സ്ഥലത്തെ, മഹാപരിശുദ്ധ സ്ഥലത്തെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു തിരശീലയുണ്ട്. അതിനെ യേശു കടന്നു. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, യേശു യാഗവസ്തുവുമാണ്, മഹാപുരോഹിതനുമാണ്. ഇത് രണ്ടും യേശു ക്രിസ്തു തന്നെയാണ്. യേശു ഒരു രക്തം കൊണ്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഒരു രക്തം യാഗമായി ഏതെങ്കിലും രക്തം കൊണ്ടല്ല പോയെ, സ്വന്തം രക്തം. ഹി ഓഫേർഡ് ഹിസ് ഓൺ ബ്ലഡ്. അതായത് അതിപരിശുദ്ധ സ്ഥലത്ത് കർത്താവ് യേശു ക്രിസ്തു മൃഗങ്ങളുടെ രക്തം കൊണ്ടല്ല, സ്വന്തം രക്തം. അതാണ് നമ്മുടെ പാപത്തിൻ്റെ പ്രായശ്ചിത്തം എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ വില എന്ന് പറയുന്നത് അതാണ്. ഇനിയും ശ്രദ്ധിച്ച് കേൾക്കുക, ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ വാക്യത്തിൽ അവിടെ പ്രത്യേകിച്ച് എഴുതി വെച്ചിരിക്കുന്ന കാര്യം, നമുക്ക് മുൻഗാമിയായി, അല്ലെ നമ്മൾക്ക് മുന്നോടിയായിട്ട് യേശു ക്രിസ്തു പ്രവേശിച്ചു എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം പഴയ നിയമത്തിലെ പോലെ ഒരു പ്രതിനിധിയായിട്ടല്ല യേശു അവിടെ കടന്നുപോയത്. പഴയ നിയമത്തിൽ നമുക്കറിയാം, മഹാപുരോഹിതന്മാർ വർഷത്തിൽ ഒരിക്കൽ അതിപരിശുദ്ധ സ്ഥലത്തിൽ വിറയലോടുകൂടി അവർ പ്രവേശിക്കുമായിരുന്നു. അവരെങ്ങനെയാണ് പോയിരുന്നത്? ജനത്തിൻ്റെ പ്രതിനിധിയായിട്ട്. അതിൻ്റെ അർത്ഥം ആ മഹാപുരോഹിതന് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ. ജനത്തിനെ പ്രതിനിധിച്ചുകൊണ്ട് ഈ മഹാപുരോഹിതൻ പ്രവേശിക്കുന്നത് മൂലം ജനത്തിന് അവിടെ യാതൊരു പ്രവേശിക്കാനുള്ള അവകാശവും ഇല്ല. അവരെല്ലാവരും പുറത്താണ്. പക്ഷെ കർത്താവ് യേശു ക്രിസ്തു അങ്ങനെയാണോ? അല്ല. യേശു നമ്മുടെ പ്രതിനിധിയായിട്ടല്ല കയറിയത്. യേശു നമ്മുടെ മുന്നോടിയായിട്ട്, മുൻഗാമിയായിട്ട്. ഇവിടെ ഗ്രീക്ക് പദം ഈ വാക്യത്തിൽ, ഈ ഫോർ റണ്ണൽ അല്ലെ മുൻഗാമി എന്നുള്ള വാക്കിന് ഉപയോഗിച്ചിരിക്കുന്ന പദം പ്രോദോമോസ് എന്ന പദമാണ്. പ്രോദോമോസിൻ്റെ അർത്ഥം മുൻപിൽ ഓടിപ്പോയി വഴി ഒരുക്കുന്നവൻ എന്നുള്ള ഒരു അർത്ഥമാണ്. അതിൻ്റെ അർത്ഥം ഒരു മുൻഗാമി ഉണ്ടെങ്കിൽ പിൻഗാമികളും ഉണ്ട്. അതായത് ഞാനും നിങ്ങളും യേശു ക്രിസ്തു മുൻഗാമിയായിട്ട്, ഒരു ഫോർ റണ്ണറായിട്ട് അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചത് കൊണ്ട് നമ്മൾക്കും അവൻ്റെ പിന്നാലെ അവിടെ പ്രവേശിക്കാനുള്ള അവകാശം ലഭിച്ചു. ഹല്ലേലൂയ. യേശു നമ്മുടെ മുൻഗാമി ആയതുകൊണ്ട് നമ്മൾ ദൈവ സാന്നിധ്യത്തിൽ കയറി ചെല്ലാൻ യേശുവിൻ്റെ പിൻഗാമികളായിട്ട് ശക്തിയോടുകൂടി, നമുക്ക് ഭയമില്ലാതെ കർത്താവിൻ്റെ ആ കൃപാസന്നിധിയിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കുവാൻ ഉള്ള കൃപ ദൈവം നമുക്ക് തന്നു. ഇതാണ് നമ്മളുടെ ആശ. ഈ ആശയെക്കുറിച്ചാണ് നമ്മുടെ ആത്മാവിൻ്റെ, അല്ലെ നമ്മുടെ സോളിൻ്റെ നങ്കൂരമാണെന്ന് ഈ ദൈവവചനം ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. ഈ നങ്കൂരം, ഈ ഒരു പ്രത്യാശ എന്താ ചെയ്യുന്നത്? നമ്മളെ നമ്മളെ അവിടുന്ന് ഒഴുകിപ്പോകുവാൻ,
അനുവദിക്കത്തില്ല, നമ്മളെ മുക്കിക്കളയുവാൻ അനുവദിക്കത്തില്ല. നമ്മളെ ഈ ജീവിത യാത്രയിൽ നമുക്കെതിരെ എത്ര തിരമാലകൾ അടിക്കുമ്പോൾ നമ്മൾ തകർന്നു പോകാൻ ഈ നങ്കൂരം അനുവദിക്കത്തില്ല. ഈ പ്രത്യാശ എന്താ ചെയ്യുന്നതെന്നറിയോ? നമ്മളെ സ്ട്രോങ് ആയിട്ട് നിർത്തും. നമ്മൾ പതറിപ്പോകാതെ നമ്മളെ അവിടെ നിർത്തും. അത് മാത്രമല്ല, നമ്മളെ ഈ കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽ നമ്മളെ മുൻപോട്ട് വലിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക തരം നങ്കൂരം, അതാണ് ഈ പ്രത്യാശ നമുക്കുള്ളത്. ഹല്ലേലൂയ. ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഈ പ്രത്യാശയെക്കുറിച്ചല്ല, ഈ നങ്കൂരത്തിൻ്റെ ഈ ആഴം അത് നിങ്ങൾക്കെല്ലാവർക്കും ഗ്രഹിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് മാത്രമല്ല, പക്ഷെങ്കിൽ ഈ നങ്കൂരത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക, ഈ പ്രത്യാശയെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ എത്ര കൊടുങ്കാറ്റടിച്ചാലും പതറിപ്പോകാതെ മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കുക മാത്രമല്ല, മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.